ആഹാര കാര്യത്തിൽ തൂഫാൻ ശ്രീകുട്ടന് ഇതുവരെ യാതൊരു അലട്ടലും ഉണ്ടായിട്ടില്ല. നാട്ടിലിറങ്ങിയാൽ എവിടെ നിന്നും ഇവൻ ആഹാരം കിട്ടും. ഇതാ നമ്മുടെ ശ്രീകുട്ടൻ വരുന്നു എന്ന് നാട്ടുകാർ പരസ്പരം പറയും. ചിലർ തങ്ങളുടെ പറമ്പിലേക്ക് വിളിച്ചു കയറ്റി ആവശ്യമുള്ള പനമ്പട്ടയും തെങ്ങോലയും ശർക്കരയും പഴവുമെല്ലാം നൽകും. തിന്നോടാ, ഇത് നിന്റെ സ്വന്തം വീട് തന്നെ, ഞങ്ങൾ നിന്റെ വരവും കാത്തു നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് പലരും തീറ്റ നൽകാറ്. അവരോടെല്ലാം മുട്ടി ഉരുമ്മി നിന്ന് ശ്രീകുട്ടൻ നന്ദി പ്രകടിപ്പിക്കും. തുമ്പി കൊണ്ട് ദേഹം ആസകലം തോടും. കൊമ്പിൽ പിടിച്ചോ മാഷേ എന്ന മട്ടിൽ താഴ്ന്നു കൊടുക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്വീകരണങ്ങളുടെ ഒരു തുടർ പരമ്പര തന്നെ ഉണ്ടാകാറുണ്ട് ശ്രീകുട്ടന്. നാട്ടിടവഴിയിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ ഓലയും പനമ്പട്ടയും ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അവിടം വിട്ട് നേരെ റോഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ വിഭവങ്ങൾ മാറുകയായി. ഓരോ കടയും കടക്കാരനെയും ശ്രീകുട്ടന് നല്ല ഹൃദയസ്ഥമാണ്. പഴയ തുന്നൽക്കാരൻ്റെ കഥയിലെ ആനയെപ്പോലെ അവിടെയെല്ലാം എത്തുമ്പോൾ ഇവൻ തിരിഞ്ഞു നിൽക്കും. പാപ്പാന്മാർക്കും അതൊക്കെ അറിയാം. അവർ മിണ്ടില്ല. ആ നിൽപ്പ് അവൻ്റെ അവകാശവും. ശ്രീകുട്ടൻ എന്തെങ്കിലും കൊടുത്തേ മതിയാകൂ എന്നത് കടക്കാരുടെ ആഗ്രഹവുമാണ്. അവർ കൊടുക്കുന്ന ഒരു കപ്പലണ്ടി മിഠായി ആയിരുന്നാലും മതി. തൃപ്തിയോടെ ഇവൻ വാങ്ങും. ഒരു സലാം പറയും. അടുത്ത പോയിന്റിലേക്ക് നീങ്ങും. അവിടെ നിന്നും കിട്ടും എന്തെങ്കിലും നുണയ്ക്കുവാൻ. സാധനം എത്ര ചെറുതായാലും വലുതായാലും സന്തോഷം തന്നെ. അതുകൊണ്ട് ഇതുവരെ സൂചി കൊണ്ടുള്ള കുത്തേൽക്കേണ്ടി വന്നിട്ടില്ല. ശ്രീകുട്ടനെ കാണുമ്പോൾ കുശലം പറയുവാൻ കൂടുന്നവരിൽ പ്രായഭേദങ്ങളില്ല, ആൺ പെൺ വ്യത്യാസങ്ങളില്ല. ചെറിയ കടക്കാരനെന്നും വലിയ കടക്കാരനെന്നുമുള്ള ഭേദവും ശ്രീകുട്ടനില്ല. പക്ഷെ ശ്രീകുട്ടൻ എന്തെങ്കിലും തനിക്ക് കഴിക്കുവാൻ കിട്ടുന്ന അത്തരം സാധനങ്ങളുള്ള കടകളുടെ മുന്നിലേ പോയി നിൽക്കാറുണ്ട്. അതൊക്കെ ഇവന് നന്നായിട്ടറിയാം. വെറുതെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടയുടെയും തുണിക്കടയുടെയും ആഭരണക്കടകളുടെയും മുന്നിൽ ചെന്ന് നിൽക്കേണ്ടതില്ലല്ലോ. ഇപ്പോഴത്തെ സ്വർണ്ണവില അനുസരിച്ച് അങ്ങോട്ടേക്ക് നോക്കാൻ പോലും പാടില്ല എന്ന് ഇവന് നന്നായിട്ടറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ശ്രീകുട്ടന് ചില കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ട്. ഇന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ നിന്നും ഒരു പഴം കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും മറ്റൊരിടത്തെത്തുമ്പോൾ ഒരു ഓല അല്ലെങ്കിൽ ശർക്കര. ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ചേട്ടന്മാർ തീർച്ചയായും അവിടെ ഉണ്ടാവും. അവർ ലക്ഷപ്രഭുക്കളൊന്നും അല്ലെങ്കിലും മനസ്സുകൊണ്ട് ലക്ഷാധിപന്മാരാണ്. ഒരു ദിവസം മുഴുവൻ ഓട്ടം കിട്ടാതെ കിടന്നാലും ശ്രീകുട്ടനെ കാണുമ്പോൾ അവരുടെ സങ്കടവും വിഷമവും പരിഭവങ്ങളും എല്ലാം മാറും. പിന്നെ ഒരു ആഘോഷമാണ്. കയ്യിലുള്ള പണം നോക്കാതെ അടുത്തുള്ള കടയിൽ കയറി പൊറോട്ടയും അപ്പവും വടയും പഴവും എല്ലാം വാങ്ങി ഇവന് നൽകും. തിന്നടാ മോനെ, തിന്നടാ, വയറ് നിറയെ തിന്നടാ എന്ന് പറയും. തീറ്റിക്കും. തൻ്റെ മനസ്സുപോലെ യാതൊരു കളങ്കവുമില്ലാത്ത സ്നേഹക്കടലിലാണ് താൻ നീന്തുന്നതെന്ന് ഇവരുടെ കയ്യിൽ നിന്നും ഓരോന്ന് വാങ്ങി കഴിക്കുമ്പോഴും തൂഫാൻ ശ്രീകുട്ടൻ അറിയാം. പോരാത്തതിന് ലാലേട്ടൻ അനശ്വരമാക്കിയ ഏയ് ഓട്ടോ എന്ന സിനിമയും ശ്രീകുട്ടൻ കണ്ടിട്ടുണ്ട്. അതിലെ സുന്ദരി സുന്ദരി എന്ന് തുടങ്ങുന്ന ഗാനം ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ തന്നെ ഇവൻ്റെ നാവിൻ തുമ്പത്ത് വന്നങ്ങനെ നിൽക്കും. പിന്നെ ചേട്ടന്മാരുടെ സൽക്കാരമായി, ആഘോഷമായി. നിങ്ങളില്ലാതെ എനിക്കെന്താ ആഘോഷം എന്ന് മോഹൻലാൽ സ്റ്റൈലിൽ തന്നെ പറഞ്ഞ് അല്പം ചരിഞ്ഞ് അവിടെ അങ്ങ് കൂടും. പാപ്പാന്മാർക്കും ചില സമ്മാനങ്ങൾ കിട്ടുന്നതിനാൽ അവർക്കും പരിഭവമില്ല. ഒരു ദിവസം ഇതേ ഓട്ടോക്കാർ നാഥനില്ലാതെ നട റോഡിൽ വിഷമിച്ചു നിന്ന് ശ്രീകുട്ടനെ വീട്ടിൽ കൊണ്ടാക്കിയ സംഭവമുണ്ട്. നാട്ടുകാരുടെ മനസ്സിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അനുഭവമാണത്. ഈ ആന വന്നതിന് ശേഷമാണ് ഈ നാട്ടിൽ ആന ഉണ്ടായത്. ആളുകളെല്ലാവരും വളരെ സ്നേഹത്തോടെ നെടുക്കണ്ടം കവലയിലിഞ്ഞ് പോരുമ്പോൾ പുള്ളി എല്ലാ കടകളിലും പോയി കുറച്ചു നേരം നിൽക്കും. അവർ വായി കൊടുക്കുന്നതൊക്കെ മേടിച്ച് തിന്നും. എത്ര നേരം ആ കടയുടെ മുൻവശത്ത് ആരുമില്ലാതെ നിന്നാലും എങ്ങോട്ടും ആന പോവില്ല. അതിൽ ഏറ്റവും വിചിത്രമായൊരു സംഭവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസം മുമ്പ് നമ്മുടെ ഇവിടെയുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്ക് അവർ ഇതിനോടുള്ള സ്നേഹം കൊണ്ട് അതിൽ ചെന്ന് അഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ചോറ് കൊടുത്ത് തിരിച്ചു കൊണ്ട് കെട്ടി. പക്ഷേ ഞാൻ അവരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ആന ഒരു വഴക്കം ഉണ്ടാകാതെ ഏതാണ്ട് 2 കിലോമീറ്ററോളം ആന അവരുടെ കൂടെ ഇവിടെ വരികയും ഇവിടെ വന്ന് അവർ ചോറ് വാരി കൊടുക്കുകയും തിരിച്ച് ആനയെ അതുപോലെ അവിടെ കൊണ്ട് കെട്ടുകയും ചെയ്തു. അതൊരു യാദൃശ്ചിക സംഭവമായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ഞങ്ങളാരും അറിഞ്ഞു ചെയ്ത കാര്യം അല്ലെങ്കിൽ പോലും ആന ഒരു വഴക്കോ ഒരിടത്തും നെടുക്കണ്ടം കവലയിൽ ചെന്നപ്പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ഞാൻ ആദ്യം ആന വാങ്ങിക്കുമ്പം അസൂയാലുക്കളായ നല്ല നല്ല ആളുകൾ പോലും എന്നോട് പറഞ്ഞു, തോമസ് ചേട്ടൻ ഈ ആന വാങ്ങിക്കേണ്ട, ആന പരിപാടി നമുക്ക് നല്ലതല്ല. പക്ഷേ അവരൊക്കെ ഇപ്പം വീണ്ടും തിരിച്ച് പറയാൻ തുടങ്ങി. ഈ നാട്ടിൽ ഈ ആന വന്ന് എല്ലായിടത്തൂടെ ഇങ്ങനെ കയറി ഇറങ്ങി എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ട് നല്ല രീതിയിൽ പോവുകയും ചെയ്തപ്പോൾ ആളുകൾക്കൊക്കെ ആനയോടുള്ള പേടി തന്നെ ഈ നാട്ടിൽ എല്ലാവർക്കും മാറി.